നമസ്കാരം. നാളിൻ്റെ പൊതുവിചാരത്തിൽ അടുത്തത് അത്തമാണ്. അത്തം മൊത്തത്തിൽ കൊള്ളാം. അതിൽ പെണ്ണത്തം പൊന്നത്തമാണ്. സർവഗുണ സമ്പന്നകളായ സൽഗുണവതികളായ ലജ്ജാവതികളായ സൽസ്വാവികളായ അത്തക്കാരാണ് സ്ത്രീകൾ. മൊത്തത്തിൽ അത്തം കൊള്ളാം. ഞാൻ പറഞ്ഞു, പൊതുവായ സ്വഭാവങ്ങളൊക്കെ ഒരു നാളുകാർക്കുണ്ട്. അത്തനാളിനെക്കുറിച്ചുള്ള സൽഗുണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ധാരാളം നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. പക്ഷേ അത്തക്കാരുടെ ചില പൊതുവായ സ്വഭാവങ്ങൾ, അവർ ചില മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. അതാണ് നമ്മളുടെ ഈ ചിന്തകളുടെ സൂത്രം. അത്തക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അത്തത്തിൻ്റെ ഉയർച്ചയാണ്. കഠിനാധ്വാനം കൊണ്ട് ഇവർ വലിയ ഉയർച്ചയിലേക്ക് എത്തും. പക്ഷേ ആ ഉയർച്ച ഇവർ നിലനിർത്തത്തില്ല. അതാണ് ഇവരുടെ ഒന്നാമത്തെ കാര്യം, ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. അതെങ്ങനെയാണ് ആ ഉയർച്ച നിലനിർത്താൻ സാധിക്കാതെ പോകുന്നത് എന്നുള്ളതാണ് രസകരം. ഇവർ വലിയ ഉയർച്ചയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ വൈവിധ്യങ്ങൾക്ക് ശ്രമിക്കുവാൻ തുടങ്ങും. അതായത് ഒരു സൂപ്പർ മാർക്കറ്റ് ഒരാൾ തുടങ്ങി, വലിയ രീതിയിൽ സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ പരകോടിയിലെത്തി വലിയ രീതിയിൽ ധനവും ബിസിനസ്സും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം, ഈ അത്തനാളുകാരൻ, അതിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അതുമായി ബന്ധപ്പെട്ട വേറെ ചില ബിസിനസ് കൂടി തുടങ്ങും. ഈ എല്ലാ ബിസിനസ്സും കൂടെ ഒരാൾക്ക് നോക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം ഇത് വിശ്വസ്തരെന്ന് തോന്നിക്കുന്ന സുഹൃത്തുക്കളെയും സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഏൽപ്പിക്കും. എല്ലായിടത്തും ഒരുപോലെ ശ്രദ്ധ കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കാത്തടത്ത് അദ്ദേഹത്തിൻ്റെ പതനം ആരംഭിക്കുക. സ്വന്തക്കാരും ബന്ധക്കാരും കൂട്ടുകാരും ഒക്കെ അവരുടേതായ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി ചുരുക്കത്തിൽ ഈ അത്തനാളുകാരൻ്റെ സർവ്വ സമ്പാദ്യങ്ങളും അവിടെ നശിച്ചുപോയി. അദ്ദേഹം ഈ ഏണിയും പാമ്പും കളിയിലെ ആ കരു പോലെ പാമ്പ് വിഴുങ്ങിയങ്ങ് താഴെ വാലിൽ വരും, ഏറ്റവും അടിസ്ഥാനത്തിലേക്ക് വരും. എന്നാൽ അത്തനാളുകാരൻ അവിടെ വിഷമിച്ചിരിക്കുക. അയാൾ വീണ്ടും കഠിനാധ്വാനം കൊണ്ട് മുകളിലെത്തും. വീണ്ടും ഇതേ അവസ്ഥ തന്നെ വരും. ഏതാണ്ട് പാമ്പും ഗോവേണിയും കളിയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പണി വരുന്ന വഴി ഇവർക്കറിയില്ല, ചതി വരുന്ന വഴി അറിയില്ല. ഇവരെ ചതിക്കുന്നത്, അത്തനാളുകാരെ ചതിക്കുന്നത് കൂടുതലായി അദ്ദേഹത്തിൻ്റെ ആ നാളുകാരുടെ സുഹൃത്തുക്കളാണ്, ബന്ധക്കാരാണ്, സ്വന്തക്കാരാണ്. ഇതാണ് അത്തനാളുകാർ മനസ്സിലാക്കേണ്ട ആദ്യത്തെ സംഗതി. ഞാൻ കബളിപ്പിക്കപ്പെടാൻ റെഡിയാണ്, എന്നെ കബളിപ്പിച്ചോളൂ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആ സ്വഭാവം മാറ്റണം. സ്വന്തക്കാരെയും ബന്ധക്കാരെയും പ്രത്യേകിച്ച് സുഹൃത്തുക്കളെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. വടിയെടുത്ത് ചെത്തിയൊരുക്കി അവരുടെ കയ്യിൽ കൊടുത്തിട്ട് എന്നെ അടിച്ചോളൂ, ഞാനിതാ നിന്ന് തരാം എന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും അവർക്ക് നിന്ന് കൊടുക്കരുത്. ഒരു പരിധി വരെ മാത്രമേ എല്ലാവരെയും വിശ്വസിക്കാവൂ. നേരിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു ബിസിനസ്സും ഒരു കാര്യവും നിങ്ങൾ തുടർന്ന് വൈവിധ്യങ്ങളിലൂടെ നടപ്പാക്കരുത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം. മറ്റൊന്ന്, നിങ്ങൾക്ക് അത്തങ്കാർക്ക് വേറൊരു സ്വഭാവമുണ്ട്. വെറുതെ വാക്ക് കൊടുക്കുക, ബാധ്യതകൾ തലയിൽ ഏറ്റെടുക്കുക. ഇത് അറിയാവുന്ന സ്വന്തക്കാരും ബന്ധക്കാരും സുഹൃത്തുക്കളും തങ്ങളുടെ ബാധ്യതകൾ ഇവരുടെ തലയിലേക്ക് കെട്ടിവെച്ച് കൊടുക്കും. എന്നിട്ട് വലിയ വാക്കുകൾ ഇവർ അങ്ങ് കൊടുക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അത് പെശകായി വഴക്കായി. ഉടനെ അത്തങ്കാരൻ ചെന്ന് ആ സുഹൃത്തിൻ്റെ ബാധ്യത ഏകദേശം ഏറ്റെടുത്തുകൊണ്ട് പറയും, 10 ദിവസത്തിനകം ഞാൻ ഈ തുക ഇവനെ കൊണ്ട് തരിപ്പിക്കാം, ഇല്ലെങ്കിൽ ഞാൻ തരും. 10 ദിവസം കഴിഞ്ഞിട്ട് 10 മാസം കഴിഞ്ഞാൽ ഇത് കൊടുക്കുകയില്ല. അവസാനം ഇതിൻ്റെ ബാധ്യത ഈ അത്തങ്കാരൻ്റെ തലയിലാവുകയും അത് ചുമന്ന് നടുകുടിഞ്ഞ് അവസാനം അയാളുടെ കഥ തീരുകയും ചെയ്യും. ഇത് അത്തങ്കാരുടെ പ്രത്യേകതയാണ്. അതറിയാവുന്ന സുഹൃത്തുക്കൾ തങ്ങളുടെ ബാധ്യതകൾ വളരെ സൂത്രത്തിൽ അത്തക്കാരൻ്റെ നടുവിന് വെച്ച് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബന്ധക്കാരെ, സ്വന്തക്കാരെ വളരെ സൂക്ഷിക്കണം. സഹായിച്ച് ശത്രുക്കളെ സൃഷ്ടിക്കരുത് എന്ന് സാരം. അത്തക്കാരുടെ വേറൊരു രസകരമായ സംഗതി, ഇവർ 1000
ഉപദേശങ്ങളുടെ ഒരു ഭാണ്ഡം തന്നെ ഇവർക്കുണ്ട്. എല്ലാവരെയും ഉപദേശിക്കും, സകലമായ ആൾക്കാരെ ഉപദേശിക്കും. പക്ഷേ അവനവൻ്റെ കാര്യത്തിൽ ഈ ഉപദേശങ്ങളൊന്നും കാണില്ല. എല്ലാവരും ഉപദേശിക്കുന്ന കാര്യങ്ങളൊന്നും അവനവൻ്റെ ജീവിതത്തിൽ അവൻ എന്തു ചെയ്യില്ല, പാലിക്കുകയില്ല. അങ്ങനെ നാശത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്ന പലരെയും കണ്ടിട്ടുണ്ട് ഞാൻ. ഇതേപോലെ തന്നെ അത്തങ്കാരുടെ വേറൊരു പ്രത്യേകത, ഭയങ്കര ധൈര്യശാലികളാണെന്ന് തോന്നും. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഈ ബലൂണിൽ നിന്ന് കാറ്റ് പോകുന്നത് പോലെ ധൈര്യം ഏതോ വഴിക്ക് ഷൂ എന്നങ്ങ് പോയി തകർന്നു വീഴുന്നത് കണ്ടിട്ടുണ്ട്. അത് പാടില്ല. പ്രശ്നങ്ങളെ ധൈര്യത്തോടെ ഏറ്റെടുക്കണം. ഇനി മറ്റൊന്ന്, ഈ അത്തക്കാർ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതോടൊപ്പം അവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. വലിയ ചിട്ടക്കാരാണ്. ഈ ചിട്ട അവനവൻ്റെ ജീവിതത്തിലുള്ള ആ ചിട്ടയാണ് ഇവരുടെ കഠിനാധ്വാനത്തിൻ്റെയും അവരുടെ വിജയത്തിൻ്റെയും ഒക്കെ അടിസ്ഥാന കാരണം. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ചിട്ട ഇവരുടെ വീട്ടിലുള്ളവരും കൂടെയുള്ളവരും പഞ്ചായത്തിലുള്ളവരും മാത്രമല്ല, ആ ജില്ലയിലുള്ളവർ മുഴുവൻ പാലിക്കണമെന്നുള്ള ശാഠ്യം കൊണ്ട് സകലമായ ആൾക്കാരെ ഇവർ വെറുപ്പിക്കും. അതുകൊണ്ട് അവനവൻ്റെ ചിട്ട അവനവൻ തന്നെ പാലിച്ചുകൊണ്ട് പോവുക. മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ അധികം ശ്രമിക്കേണ്ട. അനുസരിക്കുന്നവനനുസരിക്കട്ടെ. അവനവൻ്റെ കാര്യം നോക്കി ഉയർച്ചയിലേക്ക് പോവുക. കൂട്ടുകാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സ്വന്തക്കാരെ, ബന്ധക്കാരെ ഒരു പരിധിക്കപ്പുറത്തേക്ക് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുക. ഇത് ചെയ്താൽ ചതി വരുന്ന വഴി മനസ്സിലാക്കാം. ഈ ഉയർച്ചയെ, ആ സമൃദ്ധിയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ഇനി മറ്റൊന്ന്, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകാർ, മദ്യം, പെണ്ണ്, ഇത് മൂന്ന് നിങ്ങളുടെ വലിയ ശത്രുക്കളാണ്. ഈ അത്തങ്കാർ, കൂട്ടുകാർ, മദ്യം, പെണ്ണ് എന്നിവ വഴി ചീത്തപ്പേരിൻ്റെ പരകോടിയിലുള്ള അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. പലരും എത്തിച്ചേർന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളെയും വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും മദ്യവും പെണ്ണും. ഈ വിഷയത്തിലൂടെ സ്വന്തം കുടുംബബന്ധം, ഭാര്യാഭർത്തൃബന്ധം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമൊക്കെ നശിച്ചുപോയ പല അത്തക്കാരെയും നമുക്ക് കാണുവാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മൂന്ന് ശത്രുക്കൾ അതാണ്. വളരെ ശ്രദ്ധിക്കണം. അത്തക്കാർ പൊതുവെ വലിയ ലജ്ജാവന്മാരാണ്. വലിയ ലജ്ജയാണ്. അതുകൂടാതെ തന്നെ വലിയ അമാന്തവും. അതും അവരുടെ ഒരു ശത്രുവാണ്, പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു കാര്യം തുടങ്ങുവാൻ ഇവരിങ്ങനെ അമാന്തിച്ച് നിൽക്കും, ലജ്ജിച്ച് നിൽക്കും. എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവർ ചിന്തിച്ച ആ ഒരു ഐഡിയ, ആ ഒരു ചിന്ത ഇവർക്ക് പുറകെയുള്ളവർ ചിന്തിച്ച് മുന്നോട്ട് പോയി അവർ പ്രവർത്തനത്തിൽ കുറേയേറെ മുന്നേറിയതിനു ശേഷം ഇവർ അതിലേക്ക് ഇറങ്ങുകയുള്ളൂ. അതാണ് ഈ ലജ്ജയുടെ അല്ലെങ്കിൽ ഈ ഒരു അമാന്തത്തിൻ്റെ പ്രശ്നം. അത് പാടില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് തീർച്ചയായും ഉന്നതിയിലേക്കുള്ള വഴിയാണ്. നിങ്ങൾ ചാടി ഇറങ്ങി തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അത്തക്കാരെക്കുറിച്ച് പറയുവാൻ മറ്റുള്ളവരോടൊരു കാര്യമുണ്ട്. അത്തക്കാർ വളരെ സൽഗുണ സമ്പന്നന്മാരാണ്. ആരെയും ഉപദ്രവിക്കുകയില്ല. എല്ലാവരോടും സൗമ്യമായി പെരുമാറും. സമ്പന്നന്മാരും സമ്പന്നങ്ങളുമാണ്. അവരാരോടും ആവശ്യമില്ലാതെ ഒരു പ്രശ്നത്തിനും വരികയില്ല. അവരവരുടെ കാര്യം നോക്കും. പിന്നെ ഇതുപോലെ പറഞ്ഞതുപോലെ എല്ലാവരായാലും പറ്റിക്കപ്പെട്ടും കാശ് കടം കൊടുത്തുമൊക്കെ മറ്റുള്ളവരുടെ ശത്രുതയെ സ്വയം സമ്പാദിച്ചെടുത്ത് ഒടുങ്ങിപ്പോകുന്ന ജന്മങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഒരു കാരണവശാലും അത്തങ്കാരെ അങ്ങോട്ട് പോയി ചൊറിയാൻ പാടില്ല. അവർക്ക് നിങ്ങളോട് ഏതെങ്കിലും തരത്തിലൊരു വൈരാഗ്യം വന്നാൽ സത്യമായ വഴിയെന്നോ അധർമ്മമായ വഴിയെന്നോ ധർമ്മമായ വഴിയെന്നോ ഒന്നും നോക്കില്ല. നിങ്ങളെ മുച്ചൂടം മുടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടേ അവർ മാറുകയുള്ളൂ. അതുകൊണ്ട് അത്തക്കാരെ ചൊറിയാൻ പോകരുത്. അഥവാ എന്തെങ്കിലും അത്തക്കാരുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു തീർക്കുകയോ കൊടുത്തു തീർക്കുകയോ ഒക്കെ ചെയ്തോണം. അവർക്ക് അങ്ങനെയൊന്നും വൈരാഗ്യം വരില്ല. വൈരാഗ്യം വന്നാൽ നിങ്ങളെ മുച്ചൂടും മുടിക്കും. ദേവദാരു വൃക്ഷത്തിൻ്റെ അവസാനത്തെ ആ ഒരു വേരിൻ്റെ തരി ഇല്ലാതാക്കുന്നത് പോലെ അവർ നിങ്ങളെ മുച്ചൂടും മുടിച്ചു. അതില്ല, 1,00,000-ൽ ഒരു പ്രാവശ്യമേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അവർക്ക് അങ്ങനെ ഒരാളോട് വൈരാഗ്യം തോന്നുകയുള്ളൂ. അപ്പോൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അത്തം മൊത്തത്തിൽ കൊള്ളാം, പക്ഷേ മൊത്തത്തിൽ അത്തത്തിന് അത്ര നല്ലതല്ല.
അടുത്ത ഒരു വീഡിയോ ആയി വീണ്ടും വരുന്നു, അടുത്ത നാളുമായി. അതുവരെ വണക്കം. നിങ്ങൾ മണിയടിക്കാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രസകരമായ അടുത്ത നാളിൻ്റെ വിശേഷങ്ങളുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.